ഹായ് ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു ഉച്ചവിശേഷമായിട്ടാണ് വന്നിട്ടില്ലേ. ഉച്ചവിശേഷം എന്ന് പറഞ്ഞാൽ ഉച്ചവിശേഷം തന്നെ കുറച്ച് സമയം പെയ്തു. അതെ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മൾ ചോറും കറിയെല്ലാം ആയി. അതെ, അപ്പോൾ നമുക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പം ചക്ക അന്നേരം കിട്ടീനി. അപ്പോൾ അന്നേരം ഞാൻ വെച്ചാൽ കടല പോർത്തിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ചക്ക കൊത്തിയാലേ ഇപ്പം അറിയുള്ളൂ മൂത്തതാണോ മൂക്കാത്തയാണോ. മൂത്തതാണെങ്കിൽ നമുക്ക് ഒരു മുളീച്ചം വെക്കാം. അതെ, അപ്പോൾ നമ്മളിവിടെ ചക്ക കിട്ടിയാൽ ചക്കേനെ കൊണ്ട് ഇങ്ങനെ ചെറിയ മൂക്കാത്ത ചക്കയാണെങ്കിൽ വറവ് പോലെ ആക്കും. അല്ലെങ്കിൽ ചക്കക്ക് പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല കേട്ടോ. എന്നാക്കിന്ന് ചോദിച്ചാൽ ചക്ക വെച്ചിനി ഇങ്ങനെയൊന്നും പറയല്. നമ്മിങ്ങനെ ചക്ക വെച്ചിനി അങ്ങനെ പറയാ. ഇത് ആധികാരികമായിട്ട് പറയണമെങ്കിൽ വേണമെങ്കിൽ പുഴുക്ക് നല്ല മണങ്ങ് പറയാം. നമ്മ എന്ന് കറിയാക്കിനി ചക്ക വെച്ചിനി ഇതങ്ങനെയാ പറയല്. അപ്പൊ ഇത് നല്ലൊരു പേരിലുള്ള കറിയാണ്, മോളീശം. കൂട്ടുകാരി എലിശ്ശേരി മോളീശം. അപ്പൊ കടലയെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കടല നമ്മളിപ്പോൾ കൂട്ടറിയാക്കുന്നില്ലേ, അതേപോലെ ചക്കേനെ കൊണ്ട് മുളീശാണ് ഇന്ന് ഉണ്ടാക്കുന്നല്ലേ അമ്മ. അപ്പോൾ അമ്മേൻ്റെ സ്പെഷ്യലി ചക്ക മുളീശാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നല്ലൊരു ഡുണ്ടു ചക്കേനെ കിട്ടീനി. മൗകൊണ്ടാ നമ്മപ്പം കൊത്തല്. ഒരു സൈഡ് ചെറിയ ഇങ്ങനെ കേട് പോലെയുണ്ട്. ചുള്ളിലേക്കില്ല, പുറത്തേല്ലത്. ഇതാ ചക്ക നല്ലോണം മൂത്തിനല്ലമ്മ. നല്ല എലിശ്ശേരിന്റെ പാകത്തിന്റെ ചക്കയാണ്. ഇത് ഇരിഞ്ഞു കഴിക്കുന്നതൊക്കെ മായ കൂട്ടൂല, അവരെ തിന്നാൻ തന്നെ. ഞാൻ തിന്നാൻ തുടങ്ങി. അത് ഭയങ്കര ഇഷ്ടമാണ് ചക്ക തിന്നാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് കൊത്തിയെടുക്കാം. വേഗം ഇരിയാൻ കിട്ടുന്നുണ്ടല്ലോ കിട്ടായിട്ടില്ല. അപ്പോൾ കണ്ട ഒരു ഇത് എനക്കും കൊണ്ട ഞാനും ഇരിയല്ലേ. അപ്പോൾ ചക്കയെല്ലാം വൃത്തിയാക്കി എടുത്ത് ഇതാ ചോളയെല്ലാം കുറച്ച് ചെറുങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ കൂട്ടറി ആക്കുമ്പോൾ അല്ലെങ്കിൽ മുളീശാക്കുമ്പോൾ ചക്ക ഇതുപോലെ ചെറുങ്ങനെ മുറിക്കും നമ്മ. നമ്മ ചക്കയാക്കിയ വീഡിയോ ഇല്ലമ്മേ, അതിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചക്ക മുറിക്കൂലേന്ന്. ഇങ്ങനെ വെക്കുമ്പോൾ പുഴുക്കോലെല്ലാം ആക്കുമ്പോൾ മുറിക്കൂല, അതിന് തന്നെ ഒടയുമല്ല. ഇങ്ങനെ കൂട്ടറി പോലെ ഈ മുളീശാക്കുമ്പോൾ നമ്മ ഇതാ ഇതുപോലെ ചെറുങ്ങനെ ഒന്ന് മുറിച്ചിടും കേട്ടാ. അപ്പൊ കുരു വേണ്ട അല്ലെ? കുരു നമുക്ക് വേണ്ട, കടലിടുമ്പോ വേണ്ടാന്ന് പറയാൻ കഴിയില്ല. ഇടുന്നവരും ഉണ്ടാവും. എടുത്തിട്ടുണ്ട്. അതെ, അപ്പൊ അത് മതി. കടലുണ്ടല്ലോ. അപ്പോൾ ഒരു 100 ഗ്രാം കടല ഇതാ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നേരത്തെ കുതിർത്ത് വെച്ചാണ്. അപ്പോൾ നമുക്കിതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഒന്ന് വേവിക്കാൻ വെക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് 3 വിസിൽ നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ചക്കയെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. ഒരു പേരിന് 2 കുരു എടുത്തിട്ടുണ്ടല്ലോ അമ്മ. അതെ, ചക്ക വെക്കുമ്പോ ഒരു കുരുവും അതിൽ ഒന്നിച്ചിടണം എന്നാ പറയല്, അല്ലെങ്കിൽ ചക്ക പ്രാവൂരും. ഇത്രയും മക്കളുണ്ടായിട്ട് ഒരു മക്കളും കൂടെ എൻ്റെ ഒപ്പം വിട്ടിട്ടല്ലോ എന്ന് പറയുന്നു. പണ്ടുണ്ടാവും അങ്ങനെ പറയുന്നുണ്ട്. മുറിക്കുമ്പോ ചക്ക വേണ്ട അറിയുമ്പേ ഒരു കുരു വേണ്ട പറയുമ്പോ കുരു വേണ്ടാന്ന് പറയുമ്പോ പറയാം ഒരു കുരു കിട്ടണം, അല്ലെ ചക്ക പ്രാവൂന്ന്. മുമ്പെല്ലാം അമ്മ നമ്മ ചെറുതുണ്ടാകുമ്പോ ചക്കരി അമ്മ കുരു വേണ്ട ചോള മാത്രം മതി.
കുരു ഇഷ്ടമല്ല ചക്കയിലിടുന്നത്. മറ്റേത് ചക്കക്കുരു വറവാക്കിയാലും ഭയങ്കര ഇഷ്ടമാണ്. ചക്കയുടെ ഒപ്പം കുരു ഇല്ലാണ്ട് വെക്കാൻ പറയും. കുരു ഇട്ടാലോ നല്ല ടേസ്റ്റ് ഇട്ടാല്. ഇവർക്ക് അതെല്ലാം തിരിഞ്ഞു പോകും ഇവിടെ. ചക്കമ്മ കരിയുന്നോണ്ടാന്നല്ലേ ഇപ്പം കുരു ഇടുന്നു. അപ്പൊ അതാ കരയാണ്ടൊക്കെ അല്ലെങ്കിൽ ആവാണ്ടൊക്കെ പേരിന് 2 കുരു ഇട്ടിട്ടുണ്ട് കേട്ടാ. മൂളീശത്തില് കുരു ഇടല് കുറവാന്ന് തോന്നുന്നല്ലേ? മൂളീശത്ത് ഇല്ല, കുരു ഇടയില്ല. കടലുണ്ടല്ലോ, അതുകൊണ്ട് കുരു അങ്ങനെ ഇടയില്ല. ഇട്ടിട്ട് ആക്കുന്നവരുണ്ടാവും, നമുക്കറിയില്ല. നമ്മ ഇടയില്ല. ഇടയില്ല. അപ്പൊ ചക്കയെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. പറഞ്ഞോട് 2 കുരിച്ച് ഉണങ്ങിയിട്ടുണ്ട്. അപ്പൊ അതാ കടലയും വേവിച്ച് വെച്ചിട്ടുണ്ട് അമ്മ. നമുക്കെന്നാ വേഗം വേഗം പരിപാടി നോക്കാം. അപ്പൊ കടല 4 വിസിലടിച്ചിട്ട് ഓഫ് ചെയ്തിട്ടുണ്ടായിനി. പകുതി വന്നിട്ടുണ്ടോ. ഇതിലേക്ക് നമുക്ക് ചക്കയെല്ലാം ഇട്ട് കൊടുക്കാം. മുറിച്ചൊരു ചക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കർ നിറച്ചായിട്ടുണ്ടല്ലോ അമ്മ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുക്കർ നിറച്ചായി. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പറങ്കിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പറങ്കിപ്പൊടി കുറച്ചേ ചേർക്കുന്നില്ല കേട്ടോ. കുരുമുളക് പൊടിയാണ് കൂടുതൽ ചേർക്കല് മൂളിശത്തിന്. നമുക്കിതാ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അമ്മയിൽ പൊടിച്ചെടുത്ത കുരുമുളക് 1.5 സ്പൂൺ ഉണ്ടാവല്ലേ. വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് ഇടാം. അപ്പോൾ കടലയിൽ വെള്ളം ഉണ്ടാവും. വെള്ളം മതിയാവും അമ്മ? കടലയിൽ വെള്ളം മതിയെന്ന് തോന്നുന്നില്ല. ഒന്നിങ്ങനെ നോക്കട്ടെ. വേണമെങ്കിൽ മേലെ ലേശം തളിച്ചു കൊടുക്കാം. തേങ്ങ വെളുത്തുള്ളി വേണ്ട. കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് വറുത്തിട്ടിടാം. ജീരകവും കൂടെ ലാസ്റ്റ് വറുത്തിടാനും തേങ്ങ വേണം കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങ ഇതിൽ വേവിക്കുമ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി കടലേൻ്റെ വെള്ളമുണ്ട്. കുറച്ച് നമുക്ക് ഇങ്ങനെ മേലെ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഉപ്പെല്ലാം നരിയിട്ട് നമുക്ക് എത്ര വിസിൽ വേണ്ടി വരും? 1 വിസിലടിച്ചാൽ മതിയാവോ? കടലയും ഇല്ല അല്ലേ? കടല പകുതി വന്നതല്ലേല്ലോ. 1 വിസിൽ വരാം. ഇപ്പോൾ ഒരു 3 വിസിൽ വേണ്ടി വരും മിക്കവാറും. ഇതിൽ 2 വിസിലടിച്ചിട്ട് ഓഫാക്കാം. നമ്മൾ മറ്റേ ചക്കരമ്പൊക്കെ 3 വിസിലടിച്ചിട്ട് ഓഫാക്കലാണ്. ഇതിനാകുമ്പോൾ മുറിച്ചലായതുകൊണ്ട് 2 വിസിലടിച്ചിട്ട് 3ാമത്തേനും ഓഫാക്കാം നമുക്ക്. രണ്ട് വിസിൽ കഴിഞ്ഞ് 3ാമത്തെ വിസിൽ വരുമ്പോൾ ഓഫാക്കിയിട്ടുണ്ടായിന്. അപ്പോൾ ചക്ക വെന്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വെന്തിട്ടുണ്ടാവില്ലേ? ഉണ്ടാവും തോന്നുന്നുണ്ട്. അപ്പോൾ കുക്കർ നിറച്ചു ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു ഇഡ്ഡലിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. മണം പിടിച്ചിട്ട് ആള് വരില്ലയ. എന്താ മണം? ഇത് ചക്കയാക്കുന്നു. ചക്ക മൂളീശം. ഇനി നമുക്ക് ചക്ക മൂളീശത്തിലേക്ക് വറുത്തിട്ട് കൊടുക്കാനുള്ള പരിപാടി നോക്കിയേനെ. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുക് കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. ചക്കക്ക് നല്ലോണം വറവ് പറ്റണം. നമ്മ വാട്ടുകെങ്കിൽ കറിവേപ്പില തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി മൊത്തം ഒരു മുറി തേങ്ങ എടുത്തിട്ടില്ല അല്ലമ്മ? കുറച്ചിലേക്ക് ഇട്ടു. കുറച്ചില് നമ്മൾ വേവിക്കുമ്പോൾ ചേർത്തെടുത്തിന് അതിൻ്റെ പകുതി ഇതാ ഇപ്പോൾ വറുത്തിടാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. തേങ്ങ ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം. തേങ്ങ വറുത്ത് ഒരു 1/4 ഇങ്ങനെ കളറാകുമ്പോൾ നമുക്ക് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വന്നിട്ട് ഓഫ് ചെയ്യുക. നമുക്ക് നേരെ ചക്കയിലേക്ക് തട്ടി കൊടുക്കാം. അതെ. അതൊരു ചടങ്ങാണ്. അതിലൊക്കെ എണ്ണയിലേക്ക് എണ്ണയും ഇതൊക്കെ ഇതെല്ലാം ആവാൻ വേണ്ടിയിട്ട് തായിലിറക്കി വെക്കാം. എന്നാലും ഇളക്കാൻ സുഖം ഉണ്ടാവും.
ഇജേ വേഗം കട്ടൻ ചായ വെക്ക് രസം തിന്നാല വെറി പിടിച്ചിട്ട് നിൽക്കുന്നില്ല. അപ്പൊ നമ്മളെ ചക്ക മോളീശുതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താ വെച്ചാല് ചക്ക കണ്ട് വെറി പിടിച്ചിട്ട് ഒരേ ഇരിഞ്ഞിടല്. എന്നിട്ടിപ്പം കുക്കറിൽ പിടിക്കാത്തോണ്ട് ഫീലിട്ടു. ഇപ്പൊ ഇതൊരു അമ്പൂര് അടി അടിക്കണം കട്ടൻ ചായയും വെച്ചിട്ട്. അമ്പുക്കൻ്റെ അടിയല്ലേ? വേണ്ട നമ്മളിപ്പം കൊതിപ്പിക്കുന്നല്ല വന്നു വന്നാലും ഉണ്ടാക്കി കൊടുക്കുക. ചക്ക കിട്ടി എന്താക്കി കൊടുക്കുക കടണ്ട് ചക്ക. മഴക്കാലാകുമ്പോ നമുക്ക് ആകുന്നുണ്ട് കേട്ടാ. ഇപ്പൊന്നും ഇപ്പൊ ഇത് ഇളയപ്പൻ്റെ അടുത്ത് കൊണ്ടുതന്നെയാണ്. അതെ മഴക്കാലാകുമ്പോ നമുക്ക് 2 ഗ്രാമം ചക്ക പിടിക്കുന്നുണ്ട്. പൂലായിട്ടൊക്കെ പറഞ്ഞ പൂലായിട്ടുണ്ട്. അപ്പൊ ചായ ആക്കാം വേഗം കട്ടെ. അപ്പൊ ഇതാ നമ്മളെ ചക്കമോളിഷും കട്ടൻ ചായയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അധികം ലോഗും എല്ലാം വന്നിട്ടുണ്ട് ചായ കുടിക്കാൻ. കുഞ്ഞുനും നേരത്തെ കുഞ്ഞു പറഞ്ഞ അമ്മ ആയോ ആയോ ചോദിക്കുന്നുണ്ട്. ചക്കയും കടലയും അഭിപ്രായം പറയണം. എന്നിട്ട് ഒരു വൈ ലിജിക്കും കൊടുക്കട്ടെ. മുഖന്നില്ലേ പോടാ ഞാൻ വെള്ളറക്കിയെന്ന് പറയാമ. കടല നല്ലോണം ഉണ്ട്. ചക്കമോളിച്ചും കഞ്ഞിയും കുടിക്കണം അല്ലേ? ഉച്ചക്ക് ഒരണക്ക് വറവും അത് മതി. അതെ അപ്പൊ ചക്ക കിട്ടുമ്പോ എല്ലാരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി വെക്കുക. അതെ അപ്പൊ എല്ലാവർക്കും ഇപ്പം ഈസ്റ്റർ അല്ലാന്ന്. അപ്പൊ ഇറച്ചി മീനൊന്നും കൂട്ടാത്തവരുണ്ടാവും. അപ്പൊ ചക്കെല്ലാം കിട്ടുമ്പോ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. കടലിട്ടിട്ട് ആക്കാം, കടലില്ലാണ്ട് ആക്കാം. കടലിട്ട് ആക്കുമ്പം ചെറുങ്ങനെ മുറിച്ചിട്ട് ഉണ്ടാക്കണം. കുരുമുളക് കുറച്ച് കൂടുതൽ വേണം. മുളക് പൊടി കുറച്ചേ ഉണ്ട്, കുരുമുളകാണ് ജാസ്തിയുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണേ. അതെ ഇവർക്ക് ടേസ്റ്റ് കിട്ടിയെന്ന് തോന്നുന്നു. അധികം ആദ്യം എടുത്ത് കഴിക്കുന്നുണ്ട്. ഇടക്ക് നമ്മളെ നാടൻ വിഭവം ഉണ്ടാക്കി കൊടുക്ക. ഇടക്ക് ഇവർക്ക് ഇഷ്ടമില്ല പോലത്തെ മറ്റേ ഇവർക്ക് പിന്നെ എന്തുണ്ടാക്കിയാലും അവരെല്ലാം എല്ലാം കഴിക്കലുണ്ട്. ഗോപി മഞ്ചൂരിയൻ ഇതിൻ്റെ ഇടക്ക് ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് അതിക്കൂട്ട അടിപൊളിയായിട്ട്. ഇവര് അങ്ങനെ ഇത് മാത്രമേ കഴിക്കുന്നില്ല. ചക്കയും താളം കിഴങ്ങും എല്ലാം കഴിക്കും അല്ലേ? ഇഷ്ടല്ലേ? അതും കാന്താരി ചമ്മന്തി അല്ലേ? ഇയാളിങ്ങനെ ഒന്നല്ല കേട്ടാ. ഈ വീഡിയോ എടുക്കുമ്പോ മാത്രമേ ഉള്ളൂ സൈലന്റ്. അപ്പൊ ഇതാ എല്ലാരും വൈകുന്നേരം ഇങ്ങനെ ചായ പിടിക്കുകയല്ലാന്ന്. അപ്പൊ നമ്മ ഇന്ന് ചക്ക കിട്ടിയാലും നമുക്ക് ഈ പ്രാവശ്യത്തെ ആദ്യത്തെ ചക്ക കിട്ടി. അതിനെ കൊണ്ട് നമ്മ ഇതിൻ്റെ ഇടയ്ക്ക് പുഴുക്കാക്കിയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിനി. ഇന്ന് നമ്മ നല്ല കടലയിടിച്ച് മോളീശാന്ന് ഉണ്ടാക്കിയത്. അപ്പൊ കുഞ്ഞക്കും എല്ലാം നല്ല ഇഷ്ടമായി. ചൂട് കാലത്ത് എല്ലാവർക്കും നല്ല തന്നെ ഉച്ചക്കല ഉണ്ടാക്കിയത്. നമ്മൾ ഉണ്ടാക്കാൻ കുറച്ച് പെയ്തു പോയി. അപ്പൊ നമുക്കിന്ന് ഒരു പിന്നെ ഇതുണ്ടായിന് പൊതിച്ചോറിലുണ്ടായിന്. അപ്പൊ രാവിലെ ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയിട്ട. ഉച്ചക്കേഷം അത് ഉണ്ടാക്കിയത്. ഉച്ചക്കേഷം ഇത് ഒരു കട്ടൻ ചായ കുടിക്കുന്നത്. ഇനിയിപ്പോ രാത്രി ചോറിന് കൂട്ടും നമ്മ. അതെ അപ്പൊ അതുകൊണ്ടാണ് വൈകുന്നേരം ആയി നമ്മ വീഡിയോ എടുത്ത് കഴിയുമ്പത്തേനും. അതാണ് ഉച്ച വിശേഷം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിന് തുടക്കത്തിൽ. അതെ പിന്നെ ചക്കപ്പണി പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കുമല്ലോ. അതെല്ലാം ഇരിഞ്ഞ് റെഡി ആകുമ്പോഴത്തേനും നമ്മളെ ചായന്റെ സമയമായി. അതുകൊണ്ട് നമ്മ മോളീശും കൂട്ടിയിട്ട് ചായ കുടിക്കുന്നു. അപ്പോൾ കുരുമുളകിൻ്റെ നല്ല ഫ്ലേവറിലായിട്ട് നല്ല രസമുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ പറഞ്ഞ പോലെ ചക്ക കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബെല്ലാം ഒന്ന് ചെയ്യണേ. തീർച്ചയായിട്ടും ചെയ്യണം. അതെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെല്ലായിരിക്കും ബൈ ബൈ. ബൈ ബൈ.